നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് നടൻ ശ്രീകുമാർ. ഇദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയും ഹാസ്യം പറയുമ്പോഴുള്ള ഓരോ രീതിയും അതുപോലെ ഉച്ചാരണവും ചിരിയും ഒക്കെ വ്യത്യസ്തമാർന്നത് തന്നെയാണ്. നല്ല കഥാപാത്രങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്ന താരം തന്നെയാണ് എപ്പോഴും ശ്രീകുമാർ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മകൾ എഴുതുന്നൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ ആ കുറിപ്പിനോടുള്ള സ്നേഹം വളരെയധികം വലുതായി മാറുന്നു എന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് ഇപ്പോൾ ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നതെന്നും പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കൗമാരപ്രായം, നല്ല സിനിമയെടുക്കാനുള്ള പാച്ചിലിൽ സ്വന്തം വീടൊക്കെ നഷ്ടമായി നടക്കുന്ന സമയം, വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് ചേക്കേറുന്ന കാലം, അച്ഛൻ്റെ മാത്രം ശമ്പളത്തിൽ അരിഷ്ടിച്ച് ജീവിക്കുന്ന സമയത്താണ് അച്ഛനൊരു കഥ കണ്ടെത്തുന്നത്. പൊടുന്നനെ തന്നെ അതിൻ്റെ തിരക്കഥയും എഴുതി. മമ്മൂട്ടി എന്ന മഹാനടൻ അതിൽ അഭിനയിക്കുകയാണെങ്കിൽ നല്ല പ്രൊഡ്യൂസറിനെ കിട്ടും. വീട്ടിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളാണ് എന്നും നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞാനും ഏട്ടനും സ്വപ്നം കാണാൻ തുടങ്ങി. അച്ഛൻ്റെ കണക്കുകൂട്ടലുകളേക്കാൾ വലുതായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കളറാകാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ. അതൊരു ചെറിയ പ്രതീക്ഷയല്ല. അച്ഛൻ മമ്മൂട്ടിയോട് കഥ പറയാൻ പോകുന്ന ദിവസം, സ്ഥലമൊക്കെ തീരുമാനിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുന്നൊരു ദിവസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ കുറിപ്പിൽ പറയുന്നത്. മമ്മൂട്ടിയുടെ പൊന്തൻമാട എന്ന സിനിമയുടെ സെറ്റിലേക്കായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. താമസം ഗുരുവായൂരിലായിരുന്നു. ക്യാമറമാൻ ഗോപിയങ്കിളിൻ്റെ കാറിൽ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു. കാറിൽ പിന്നെയും സ്ഥലമുണ്ടായിരുന്നല്ല, അമ്മയും കൂടെ കൂട്ടി. ഗുരുവായൂർ തൊഴാമെന്നും കരുതി. ഭഗവാനെ കാണാൻ കുചേലൻ പോകുന്നത് പോലെ അവിലൊന്നും പൊതിഞ്ഞ് കെട്ടിപ്പോയില്ല. കയ്യിലുണ്ടായിരുന്നത് ഒരു മഞ്ഞ പട്ടുപാവാടയും കാപ്പിപ്പൊടി നിറത്തിലെ ടിഷ്യൂ ബ്ലൗസും ഇട്ടാണ് പോയത്. അതോടെ ജീവിതം മാറി മറിയുമെന്ന് പറഞ്ഞു. മുറിയിലെത്തിയ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനെ, നിന്നെ കാണും മുമ്പാണല്ലോ അച്ഛൻ മമ്മൂട്ടിയുടെ മുറിയിൽ പോയത്. എന്താകുമെന്നാണ് ചിന്തിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. എന്നെ മമ്മൂട്ടിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു സ്വീറ്റ് റൂം. ആദ്യമായിട്ടാണ് ഞാൻ സ്വീറ്റ് റൂമിൽ കയറുന്നത്. രാവിലെ മുഴുവൻ അഭിനയിച്ച് തളർന്നിരിക്കുന്ന മമ്മൂട്ടി. പൊന്തന്മാടയ്ക്ക് വേണ്ടി തൻ്റെ സൗന്ദര്യം അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും എന്തൊരു തേജസ്സാണെന്ന് എനിക്ക് തോന്നി. നിനക്കിഷ്ടമുള്ള നടൻ ആരാണെന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയത് അച്ഛനാണെന്നാണ്. അമീർ ഖാൻ. പക്ഷേ അമീർ ഖാൻ എൻ്റെ ചേട്ടൻ്റെ പ്രിയപ്പെട്ട നടനായിരുന്നു. അച്ഛൻ എന്തുകൊണ്ട് അത് ഉത്തരമാക്കി എന്നെനിക്കറിയില്ല. എനിക്ക് ഹീറോ ഹീരാലാൽ എന്ന സിനിമയിൽ അഭിനയിച്ച നസ്രുദ്ദീൻ ഷായായിരുന്നു ഇഷ്ടം. അച്ഛൻ്റെ ഉത്തരം കേട്ട് അദ്ദേഹം ചിരിച്ചു. മമ്മൂട്ടിയെ കാണുകയാണെങ്കിൽ ചോദിക്കാൻ എന്തൊക്കെ ചോദ്യങ്ങൾ ഞാൻ കരുതിയിരുന്നു. പക്ഷെ എല്ലാം മറന്നുപോയി. ഒരു വലിയ വീടിൻ്റെ കൈവരിയിൽ നിന്ന് മാടാച്ചൻ്റെ കഥയൊക്കെ കേട്ടു. ഒരു ദിവസം മുഴുവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലിരുന്നു. പിൻകാലത്ത് എൻ്റെ കല്യാണത്തിന് എന്നെ അനുഗ്രഹിക്കാൻ വന്ന അദ്ദേഹം വിലപിടിപ്പുള്ള സമ്മാനം എനിക്ക് തന്നു. എല്ലാവരും പറഞ്ഞു എത്ര വിലപിടിപ്പുള്ള സമ്മാനമാണിതെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ഉള്ളിൽ പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു സമ്മാനം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ടെന്ന്. ചിരിക്കാൻ മറന്നു നിന്നിരുന്നൊരു കുടുംബത്തിന് അദ്ദേഹം സമ്മാനിച്ച ചിരിയായിരുന്നു. അന്നത്തെ ആ കൗമാരക്കാരിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്നും ഗുരുവായൂരിൽ പോകുമ്പോൾ ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്ന കഥ ഞാൻ മമ്മൂട്ടിയെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾ എഴുതിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.